Get ready. We will go in for round 4. And now, round 4. Power of 2. രണ്ടിലുണ്ട് നേട്ടം. രണ്ടിലുണ്ട് നേട്ടം ഭയങ്കര സിമ്പിളാണ്. 3 ചോദ്യങ്ങൾ. 3 ചോദ്യങ്ങളിൽ മിനിമം 2 ചോദ്യങ്ങളെങ്കിലും ഒരു ടീം ശരിയായ ഉത്തരം പറഞ്ഞിരിക്കണം. ആ ടീം മാത്രമേ നമുക്ക് ടാസ്ക് കളിക്കാനായിട്ട് പോവുള്ളൂ. ആ ടാസ്ക് കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മെഗാ പ്രൈസ് റൗണ്ട്, അതായത് ഒരു കാറും ഒരു സ്കൂട്ടറും നേടാൻ കഴിയുന്ന റൗണ്ടിലേക്ക് പോകും. ഓപ്പൺ ക്വസ്റ്റ്യൻസ്. 2 പേർക്കും വേണ്ടി 3 ചോദ്യങ്ങൾ. ഉത്തരം അറിയാമെങ്കിൽ ബസറമർത്തുക. റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 1. ലോകത്ത് ഏറ്റവും കൂടുതൽ ചപ്പ് ചവറായി വലിച്ചെറിയപ്പെടുന്ന വസ്തു എന്താണ്? യെസ്, അവിടെ ഓൾറെഡി പ്രസ് ചെയ്തു. സൽമാൻ പറയൂ. പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? അതാണ് പക്ഷെ ഏറ്റവും കൂടുതൽ വലിച്ചെറിയപ്പെടുന്നത് എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് ആണ് ഉത്തരം. ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് തോന്നുന്നു. ഓഡിയൻസിന് ഉത്തരം പറയണ്ട, ആണോ അല്ലേ എന്നുള്ളത് മാത്രം പറയാം. അല്ല, അത് ഈ പറയുന്നത് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് തെറ്റായ ഉത്തരം. പക്ഷെ നമുക്കറിയാം ഇത് ശരിക്കും പറയാൻ കളയുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഇതൊരു പ്രശ്നമുള്ള സാധനമാണ്. ഏറ്റവും കൂടുതൽ ചപ്പ് ചവറായിട്ട് വലിച്ചെറിയപ്പെടുന്ന ഈ വസ്തു നമ്മുടെ ഉപയോഗത്തിലും ഇതൊരുപാട് പ്രശ്നമുള്ള സാധനമാണ്. ആരോഗ്യത്തിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ്. ആലോചിക്കൂ. Go on. I'll give you a countdown. 5, 4, 3, 2. കഴിഞ്ഞോ? ഉത്തരവില്ല. ഉറപ്പാണ്. ഓഡിയൻസ് ആർക്കെങ്കിലും ഉത്തരം? വാർഡൻ. ഏറ്റവും കൂടുതൽ ഹാനികരമായിട്ടുള്ള സിഗരറ്റ് നമ്മൾ എല്ലാരും വലിച്ച് ലാസ്റ്റാണ് അത് എറിയുന്നത്. അവിടെ ഹോസ്റ്റലിൽ അങ്ങനെ വല്ലതും പിടിക്കപ്പെട്ടോ? അങ്ങനെ എന്തെങ്കിലും ഹോസ്റ്റലിൽ അങ്ങനെ എന്തെങ്കിലും പിടിക്കപ്പെട്ടോ? ഹോസ്റ്റലിന്റെ ചുറ്റുവട്ടത്ത് ഇത് ചപ്പ് ചവറായിട്ട് കൂടുതൽ കാണുന്നുണ്ടാണോ വാർഡൻ? ഹോസ്റ്റലിൽ നല്ല പിള്ളേരാണ്, പുറമെ നമ്മുടെ ആരോഗ്യത്തിന് ഹോസ്റ്റലിന്റെ ചുറ്റും ലേഡീസ് ഹോസ്റ്റലാണോ? ഈ ചുറ്റും വന്ന് ഈ ഹോസ്റ്റലിന്റെ ചുറ്റും വന്ന് നിൽക്കുന്ന ആൾക്കാർ അവിടെ കാത്തു നിൽക്കുമ്പോ ഇതൊക്കെ കിടന്ന് കളയുന്നുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. മൂകാംബിക കോളേജിൽ അങ്ങനെ ഒന്നുമില്ല. നമുക്കത് വിശ്വാസമാണ്. പക്ഷേ നമ്മുടെ വാർഡൻ പറഞ്ഞ ഉത്തരം ഉക്കറിന് ഉത്തരമാണ്. അതായത് ഭയങ്കര തോട്ട്, നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വന്ന ഉത്തരമാണ്. പക്ഷെ അത് ശരി ഉത്തരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർഡൻ, ഐ എം റിയലി ഹാപ്പി ടു സേ ഇറ്റ് ഇസ് റൈറ്റ്. വരൂ വരൂ, ഈ പിള്ളേരെ മുഴുവൻ നയിക്കുന്ന വാർഡൻ വരൂ. വലിയ കൈയ്യടി കൊടുക്കണ്ടേ? ആ പാവം കൃഷ്ണപ്രിയക്ക് ഒരാളാണ് PP ഊതിയത്. എത്ര പേരാ വാർഡൻ അവിടെ ഭയങ്കര പോപ്പുലാരിറ്റി ആണെന്ന്. വാർഡന്റെ പേര് സുജാത. സുജാത. നമുക്ക് ആ യെല്ലോ റിബൺ കെട്ടിയ ഏത് സാധനം വേണേ കൊണ്ടുപോവാം. പക്ഷേ ഗിഫ്റ്റ് എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഒരു ടാസ്ക് ഉണ്ട്. ഓക്കെ മീനാക്ഷി, പിറ്റാപ്പള്ളി ഏജൻസീസ് നൽകുന്ന ഒരു അടിപൊളി കൂളറാണ്. ഈ സൈഡിൽ നിന്നിട്ട് അവിടെ ഒരു കോൺ കണ്ടല്ലോ, ആ ഒരു കോണിലേക്ക് ഈ റിംഗ് ജസ്റ്റ് വീടില്ല. ഇതുപോലെ ഇടാതിരിക്കണം. ഇതേപോലെ ഇടരുത്, കറക്റ്റ് ഇതിന്റെ അകത്ത് ഇങ്ങനെ വീഴണം. നമ്മൾ തുടങ്ങാൻ പോകുന്നു. ഓടൂ വാരൂ നേടൂ ഗോ. ചേച്ചി ഓടിവാ ഓടിവാ. 45 സെക്കൻഡ്സ് ആണ് നമുക്കുള്ള സമയം. 2 എണ്ണം എറിഞ്ഞാ മതി. എന്റെ അമ്മേ, പോരാ ബാബാ സുരാജ് ചേച്ചി വാ. എഴുന്നേറ്റ് നിന്ന് കൈയ്യടി കൊടുക്കും. എഴുന്നേറ്റ് നിന്ന് കൈയ്യടി കൊടുക്കും. കാരണം ഒരു 3 എണ്ണം പ്ലീസ്. കാരണം ഒരു 3 എണ്ണം വീണതിന് ശേഷം ഒരെണ്ണം വീണു. ഫസ്റ്റ് 2 എണ്ണം ഇങ്ങനെ ചില്ലായിട്ട് എറിഞ്ഞങ്ങ് ഇടുകയാണ്. സത്യം പറ, ഇതിനു മുമ്പ് കാർണിവല്ലായിരുന്നു ചോദിക്കും.
വാർഡനാവണതിന് മുമ്പ് അല്ലേ? ഇല്ല ഒരുപാട് അടുത്ത് പോയി ചെന്ന് എറിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ടല്ലോ. ഇല്ല, എന്റെ പിള്ളേരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന കറക്റ്റ് ആയിട്ട് കൊണ്ട്, കാരണം അവര് ജയിച്ചില്ലെങ്കിൽ ഈ കൂളർ വേണമെന്ന് പ്രാർത്ഥന. അപ്പോ കൂളറും കൊണ്ടാണ് പോകുന്നത്. ഇത്തവണത്തെ ഓഡിയൻസ് ഫുള്ള് കൈ നിറയെ സമ്മാനമായിട്ടാ പോകുന്നത്. സൂപ്പർ, കലക്കി. ചേച്ചി, ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ യു. കൺഗ്രാറ്റുലേഷൻ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.